ധനുസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആയിരുന്നു. അതിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് നമ്മളോട് നോക്കുന്നത്. ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് 9 നവംബർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 156/2024. അപ്പോൾ കേരള PSCയുടെ എക്സാംസ് എഴുതുന്ന പ്രിലിംസ് അതുപോലെ 10th ലെവൽ എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും തന്നെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇതിന് ഇംഗ്ലീഷും മലയാളവും വേർഷൻസ് ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ മലയാളം വേർഷൻസ് മാത്രം നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ 1848 ദത്തപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്, തിരുവിതാംകൂർ, സത്താറ, മൈസൂർ. 1848 ദത്തപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ആൻസർ സത്താറ. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1961 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? വെള്ളസ്ലി പ്രഭു, മിൻറ്റോ പ്രഭു, കോൺവാലിസ് പ്രഭു, കാനിങ് പ്രഭു. ആൻസർ കാനിങ് പ്രഭു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് 1962 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? ഓപ്ഷൻസ്: ബനാറസിലെ രാജാവ്, പാട്യാലയിലെ രാജാവ്, മൈസൂരിലെ മഹാരാജാവ്, സർ ദിനകർ റാവു. താഴെ പറയുന്നവയിൽ ഏതാണ് 1962 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? ആൻസർ ഓപ്ഷൻ സി, മൈസൂരിലെ മഹാരാജാവ്. നെക്സ്റ്റ് വൺ, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം. ഓപ്ഷൻസ്: ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947, മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം ഏതാണ്? ആൻസർ മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. നെക്സ്റ്റ് വൺ, ഡയാർക്കി സമ്പ്രദായം ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ആക്ഷൻ പ്രഭു, മോണ്ടസ്കോ ചെംസ്ഫോർഡ്, കോൺവാലിസ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ മോണ്ടസ്ക്യോ ചെംസ്ഫോർഡ്. മോണ്ടസ്ക്യോ ചെംസ്ഫോർഡ്. നെക്സ്റ്റ് വൺ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, VD സർവർക്കർ, ബിപിൻ ചന്ദ്രപാൽ. ആൻസർ ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഓപ്ഷൻസ്: ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ബ്രിട്ടീഷ് കൗൺസിൽ, ഫെഡറൽ ലെജിസ്ലേച്ചർ. ആൻസർ ഓപ്ഷൻ എ, ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ്. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരിയെന്നുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സാമ്പത്തിക ജനാധിപത്യത്തെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. സാമ്പത്തിക ജനാധിപത്യം ഇല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഡോക്ടർ BR അംബേദ്കർ വിശ്വസിച്ചു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻസ്: ലോർഡ് പെത്തിക് ലോറൻസ്, വില്യം ബെൻറ്റിക് പ്രഭു, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വില്യം ബെൻറ്റിക് പ്രഭു. അതിനകത്തപ്പോൾ ലോർഡ് പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ 3 പേരും എന്താണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമുള്ളവരാണല്ലേ. അല്ലാത്തത് വില്യം ബെൻറ്റിക് പ്രഭു ആണ്. നെക്സ്റ്റ് വൺ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? റീഡിംഗ് പ്രഭു, ഹാർഡിങ്സ് പ്രഭു രണ്ടാമൻ,
ചെംസ്ഫോർഡ് പ്രഭു, മൊണ്ടേഗു പ്രഭു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ചെംസ്ഫോർഡ് പ്രഭു. ഓപ്ഷൻ സി, ചെംസ്ഫോർഡ് പ്രഭു. നെക്സ്റ്റ് വൺ, ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം ഏതാണ്? 1925, 1930, 1932, 1935. ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1932. ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം ഏതാണ്? 1932. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 12. ഇൻ്റർനാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻസിൽ ഐക്യം, വിശ്വാസം, ത്യാഗം. ബി, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സി, ഐക്യം, വിശ്വാസം, നേടിയെടുക്കുക. ഡി, പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഐക്യം, വിശ്വാസം, ത്യാഗം. ഐക്യം, വിശ്വാസം, ത്യാഗം. നെക്സ്റ്റ് വൺ, സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, വി ഡി സവർക്കർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. നെക്സ്റ്റ് വൺ, ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, സച്ചിദാനന്ദ സിൻഹയാണ്. നെക്സ്റ്റ് വൺ, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ഓപ്ഷൻസ് പാർലമെൻ്ററി സംവിധാനം, ഗവൺമെൻറ്റിൻ്റെ ഡ്യുവൽ ഫോം, പ്യൂറൽ എക്സിക്യൂട്ടീവ്. 1935 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്യൂറൽ എക്സിക്യൂട്ടീവ്. സ്വീകരിക്കാത്തത് പ്യൂറൽ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൽ പാർലമെൻ്ററി സംവിധാനം ഉണ്ടായിരുന്നു, ഗവൺമെൻറ്റിന് ഡ്യുവൽ ഫോം ഉണ്ടായിരുന്നു, ഡ്യുവൽ എക്സിക്യൂട്ടീവും ഉണ്ടായിരുന്നു. സ്വീകരിക്കാത്ത സംഭവം എന്തായിരുന്നു? ഭരണഘടന പ്യൂറൽ എക്സിക്യൂട്ടീവ് ആയിരുന്നു. പ്യൂറൽ എക്സിക്യൂട്ടീവ് വേണ്ട, നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 16. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023 and 2024 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണ്? USA, ചൈന, കാനഡ, ബ്രസീൽ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരായിരുന്നു? ചൈന. 23-24 വർഷങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരായിരുന്നു? ചൈന. നെക്സ്റ്റ് വൺ, 2011 സെൻസസ് പ്രകാരം പട്ടിക 1, 2 പൊരുത്തപ്പെടുത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കാം, പശ്ചിമ ബംഗാൾ രണ്ടാമത്തത് പട്ടികജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്ക്. പശ്ചിമ ബംഗാളിനാണ് പട്ടികജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്കുള്ളത്. നെക്സ്റ്റ് വൺ, ബീഹാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രത. ബീഹാറിനാണ് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രതയുള്ളത്. നെക്സ്റ്റ് വൺ, മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം. മഹാരാഷ്ട്രയ്ക്കാണ് ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം, മഹാരാഷ്ട്രയാണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ശിശു മരണ നിരക്ക്, IMR കൂടിയത് ഛത്തീസ്ഗഡിലായിരുന്നു. വൺസ് മോർ, പശ്ചിമ ബംഗാൾ പട്ടികജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്ക്. ബീഹാർ ഏറ്റവും ഉയർന്ന ജനസംഖ്യ സാന്ദ്രത. മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ഏറ്റവും ഉയർന്ന ജനസംഖ്യ, ഉയർന്ന ശിശു മരണ നിരക്ക്. ഉയർന്ന ശിശു മരണ നിരക്കുള്ള സ്ഥലം എവിടെയായിരുന്നു? ഛത്തീസ്ഗഡ് അല്ലേ. ശിശു മരണ നിരക്ക് കൂടുതലുള്ള സ്ഥലം ഛത്തീസ്ഗഡ്. IMR കൂടുതൽ ഛത്തീസ്ഗഡിലായിരുന്നു.
ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 9ാമത്തെ. ഓപ്ഷൻ സി 9ാമത്തെയാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ചത്. നെക്സ്റ്റ് വൺ, 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: മത്സരവും ന്യായമായ വ്യാപാരവും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു. വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു. ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നു. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നു. നെക്സ്റ്റ് വൺ, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് കനത്ത വ്യാവസായിക യന്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വളരെ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യ, ഒന്നുകൂടെ വായിക്കാതെ, ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് കനത്ത വ്യാവസായിക യന്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വളരെ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു. പിന്നെ ഇന്ത്യ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഹോം ചാർജുകൾ നൽകി. അടുത്തത്, ബ്രിട്ടീഷ് വ്യവസായ വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 ശരിയാണ്. അതായത് ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി, ഒരെണ്ണം. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് വ്യവസായ വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. ഇത് മൂന്നുമാണ് എന്ത് ശരിയായ ഓപ്ഷൻസ്. ഓക്കെ, ഏതാണ് ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി യോജിക്കുന്ന നിർദ്ദേശങ്ങൾ? അതൊക്കെയായിരുന്നു. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 21, നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? ഓപ്ഷൻസ്: സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുക. നെക്സ്റ്റ് വൺ, ശക്തമായ സംസ്ഥാനം ശക്തമായ ഒരു രാഷ്ട്രമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. അടുത്തത്, പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക. അടുത്തത്, ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കാൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക. പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നതാണ് പരിഗണിക്കാത്തത്. ഓക്കെ, നീതി ആയോഗിൻ്റെ ഓപ്ഷൻസിൽ ഇത് മൂന്നും കൂടി മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എയും ബിയും ഡിയും വായിച്ചു വയ്ക്കുക. സി അതിൽ പെടാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതാണ്? ഓപ്ഷൻസ്: ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ ഇടിവുണ്ടായി. നെക്സ്റ്റ് വൺ, ഭക്ഷണത്തിൻ്റെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. നെക്സ്റ്റ് വൺ, പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക വേതനത്തിൽ ചെറിയ വർധനവ് ഉണ്ടായി. നെക്സ്റ്റ് വൺ, അവകാശ പരാജയം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ലഭ്യമാകേണ്ട ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇതര ബണ്ടുകളിലൂടെ ശേഖരണം ചുരുങ്ങുന്നു, കൂടാതെ അയാൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട്. 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയായ പക്ഷം നമുക്ക് മാത്രം വായിച്ചു നോക്കാം. 1949 ബംഗാൾ ക്ഷാമം എന്തൊക്കെ നമുക്ക് പറയാം? ഭക്ഷണത്തിൻ്റെ വിലയിൽ
ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക വേതനത്തിൽ ചെറിയ വർധനവുണ്ടായി. നെക്സ്റ്റ് വൺ, അവകാശ പരാജയം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ലഭ്യമാകേണ്ട ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇതര ബണ്ടുകളിലൂടെ ശേഖരണം ചുരുങ്ങുന്നു, കൂടാതെ അയാൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഇത് മൂന്നും എന്താണ്? 49 ബംഗാൾ ക്ഷാമം സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, ശരിയില്ലാത്തപ്പോൾ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് ശരിയില്ലാത്ത പ്രസ്താവന. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഹരിത വിപ്ലവം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. കീടനാശിനികളുടെ അമിത ഉപയോഗം. HYV വിത്തുകൾ, ഭൂഗർഭജലത്തിൻ്റെ ഒപ്റ്റിമൈസ് ഉപയോഗം, കാർഷിക മേഖലയിലെ വർദ്ധിച്ച അസമത്വം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഈ 3 ഓപ്ഷൻസും വായിച്ചിട്ട് ഏതാണ് ശരിയെന്ന് നിർണ്ണയിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. മൂന്നാമത്തത് തെറ്റുകാരാണ്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ആൻസർ എന്താണ് ഇവിടെ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ശരിയായ ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവം എന്നൊക്കെയാണത്. നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. പിന്നെ കീടനാശിനിയുടെ അമിത ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ കാർഷിക മേഖലയിലെ വർദ്ധിച്ച അസമത്വം. ഇതെല്ലാം ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ്. ഏത് സമയത്ത്? ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. ഓപ്ഷൻസിൽ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, ബേട്ടി ബച്ചാവോ ബേഫി പഠാവോ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ആയുഷ്മാൻ ഭാരത്. ഈ സ്കീമുകളുടെ കാലക്രമം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ നാലെണ്ണത്തിൻ്റെ കാലക്രമം എങ്ങനെയാണ്? കാലഗണനാക്രമം എങ്ങനെയാണെന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഏതൊക്കെയാണത്? 1, ദെൻ മൂന്നാമത്തത്, പിന്നെ രണ്ടാമത്തത്, 4 എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ. നെക്സ്റ്റ് വൺ, നാഷണൽ റൂറൽ മിഷൻ. അടുത്തത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അടുത്തത് ആയുഷ്മാൻ ഭവൻ. 4 തന്നെ. ഒന്നുകൂടി, സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ആയുഷ്മാൻ ഭാരത്. അതിൻ്റെ വർഷം വെച്ചിട്ട് നോക്കണം, ഇനി ഒരിക്കലാവാം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂ ഉടമയുടെ വിശ്വസനീയമായ രേഖകളുടെ അഭാവം, പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവം, നിരീക്ഷണവും മൂല്യനിർണ്ണയവും നടത്തുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ അഭാവം, ബ്ലൂ പ്രിൻറ്റിൻ്റെ അഭാവം, എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. 4ാമതാണ് പ്രധാന കാരണം. ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്ലൂ പ്രിൻറ്റിൻ്റെ അഭാവം മൂലം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലായിരുന്നു. ശരിയല്ലാത്തതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻസ് വായിക്കാം. വ്യവസായവൽക്കരണത്തിൻ്റെ തീവ്രത നിർണായകമായിരുന്നു. 1750 ഇന്ത്യ ലോക വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ 25% ഉൽപ്പാദിപ്പിച്ചു. 1900 ആയപ്പോഴേക്കും ഇത് 2% കുറഞ്ഞു. തുടക്കത്തിൽ ഇത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ തുടർന്ന് സപ്ലൈസിയുടെ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുടനീളമുള്ള പഴയ രാജ്യീയ കോടതികളിൽ നിന്ന് കരകൗശല തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പിന്തുണ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. കറണ്ട് അക്കൗണ്ടിൽ മാത്രം, മൂലധന അക്കൗണ്ടിൽ മാത്രം. കറണ്ട് അക്കൗണ്ടിലും മൂലധന അക്കൗണ്ടിലും, കറണ്ട് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ടിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്.
കറൻറ്റ് അക്കൗണ്ടിൽ മാത്രമാണ് മാറ്റാവുന്നത്. നെക്സ്റ്റ് വൺ, MoSPI ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് FLFPR താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. ഓപ്ഷൻ എ 2018 കാലത്തെ അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗര മേഖലകളിൽ കുറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ 2018-18 അപേക്ഷിച്ച് 2012-22 ഇത് വർദ്ധിച്ചു. എന്നാൽ നഗരമേഖലയിൽ കുറഞ്ഞു. നഗരമേഖലയിൽ 2018-18 അപേക്ഷിച്ച് 2012-22 വർദ്ധിച്ചു. ഗ്രാമീണ മേഖലയിൽ കുറഞ്ഞു. 2018-18 അപേക്ഷിച്ച് 12-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു. MoSPയുടെ കാര്യമാണ് പറഞ്ഞത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇത് 2018-18 അപേക്ഷിച്ച് 12-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു. നെക്സ്റ്റ് വൺ, ഒന്ന് രണ്ട് ലിസ്റ്റിൽ പരിഗണിച്ചിട്ട് ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. അവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് അരവിന്ദ് പനാഗിരിയ ധനകാര്യ കമ്മീഷൻ. അരവിന്ദ് പനാഗിരി ധനകാര്യ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, MS സ്വാമിനാഥൻ ഹരിത വിപ്ലവം. വർഗീസ് കുര്യൻ ധവള വിപ്ലവം അല്ലേ. BVR സുബ്രഹ്മണ്യം നീതി ആയോഗ്. അരവിന്ദ് പനാഗിരിയ ധനകാര്യ കമ്മീഷൻ, MS സ്വാമിനാഥൻ ഹരിത വിപ്ലവം, വർഗീസ് കുര്യൻ ധവള വിപ്ലവം, BVR സുബ്രഹ്മണ്യം നീതി ആയോഗ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറഞ്ഞവയിൽ ഏതാണ് പിന്തുടരുക? ഒന്ന്, സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കൂടുതലാണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ്. അപകടങ്ങളുടെയും ആത്മഹത്യകളുടെയും ഭാരം ഏറ്റവും കൂടുതലാണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് സാംക്രമികേതര രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ, ലഖ്പതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ വിവിധ വശങ്ങൾ വിശദമാക്കുന്ന മാർഗനിർദ്ദേശ രേഖയാണ് ലഖ്പതി മാർഗദർശിക. സാധ്യതയുള്ള ലഖ്പതി ദീദികളെ തിരിച്ചറിയുകയും അവർ വിവിധ ഉപജീവന മാതൃകകളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, നബാർഡിൻ്റെ 2021-22 വർഷത്തേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ NAFIS. ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ NAFIS പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസിൽ സാമ്പത്തിക സമ്പാദ്യത്തിൽ വർധനവുണ്ടായി. പ്രധാന സംഭാവന നൽകിയവർ കാർഷികേതര കുടുംബങ്ങളാണ്. ഗ്രാമീണ കാർഷിക മേഖലയിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയരുന്നു. ഗ്രാമീണ മേഖലകളിലും അർദ്ധനഗര പ്രദേശങ്ങളിലും സാമ്പത്തിക സാക്ഷരതയിൽ കുറവുണ്ടായി. ഗ്രാമീണ കുടുംബങ്ങളുടെ ശരാശരി പ്രതിമാസ വരുമാനത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രവണത നിരീക്ഷിക്കപ്പെട്ടു. അതേസമയം ശരാശരി പ്രതിമാസ ചെലവുകൾ കുറവുണ്ടായി. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഗ്രാമീണ കാർഷിക മേഖലകളിൽ പ്രധാന സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയർന്നു വന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് അവിടെ ഉയർന്നു വന്നു. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ വിവരണം പരിഗണിക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞ 100 ദിവസത്തേക്കെങ്കിലും തൊഴിലുറപ്പ് വേതനം നൽകിക്കൊണ്ട് ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി ശ്രമിക്കുന്നു. താഴെത്തട്ടിലുള്ള സമീപനത്തിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ ഇത് ലക്ഷ്യമിടുന്നു. മുകളിലുള്ള വിവരണം താഴെ പറയുന്ന ഏത് സ്കീമിന് അനുയോജ്യമാണ്? ഓപ്ഷൻ എ, ദേശീയ സാമൂഹിക സഹായ പദ്ധതി NSAP. സൻസദ് ആദർശ് ഗ്രാം യോജന SAGY. MGNREGI ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ. 100 ദിവസത്തേക്കെങ്കിലും തൊഴിലുറപ്പ് വേതനം എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. MGNREGI.
MGNREGI. MGNREGI. Next one. Question number 34. അന്ത്യോദയ മിഷനെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിവിധ സർക്കാർ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളുമായി സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. 2022-23 ദാരിദ്ര്യരഹിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലുടനീളമുള്ള വികസന പ്രക്രിയയിലെ പുരോഗതി നിരീക്ഷിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് വാർഷിക സർവേ നടത്താനും ഇത് നിർബന്ധമാക്കുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. നെക്സ്റ്റ് വൺ. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ്റെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1, 3, 4, 6 ശരിയാണ്. 1, 3, 4, 6. PRI മെച്ചപ്പെടുത്തൽ, ഹോസ്റ്റലുകളുടെ നിർമ്മാണം, മൊബൈൽ ടവറുകൾ സ്ഥാപിക്കൽ, അംഗൻവാടികളുടെ നിർമ്മാണം. നെക്സ്റ്റ് വൺ. വികേന്ദ്രീകരണ ആസൂത്രണത്തിനുമായുള്ള ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ ഡാഷിൽ ആരംഭിച്ചു. ഓപ്ഷൻ എ തമിഴ്നാട്, ബീഹാർ, കർണാടക, കേരളം. ആൻസർ ഈസ് കേരളം. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ദാരിദ്ര്യരേഖയായി കണക്കാക്കിയത് ആരാണ്? അമർത്യ സെൻ, സുരേഷ് ടെണ്ടുൽക്കർ, ജീൻ റൈസി, രംഗരാജൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി ജീൻ റൈസി. നെക്സ്റ്റ് വൺ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI അളക്കുന്നതിനുള്ള സൂചകമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി തൊഴിൽ നില. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇവയിൽ ഏതാണ് നബാർഡിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിക്ഷേപവും ഉൽപ്പാദന വായ്പയും നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അപ്പെക്സ് ഫിനാൻസിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. നെക്സ്റ്റ് വൺ. മോണിറ്ററിംഗ്, പുനരധിവാസ പദ്ധതികൾ രൂപീകരിക്കാൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനം എന്നിവ ഉൾപ്പെടെ ക്രെഡിറ്റ് ഡെലിവറി സംവിധാനത്തിൻ്റെ ആഗിരണം ചെയ്യാനുള്ള ശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് ഓപ്ഷൻ സി. ഫീൽഡ് തലത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഗ്രാമീണ ധനസഹായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരുകൾ, റിസർവ് ബാങ്ക്, മറ്റ് ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. ഓപ്ഷൻ ഡി. അത് റീഫിനാൻസ് ചെയ്ത പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും ഏറ്റെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഗ്രാമീണ അർദ്ധനഗര പ്രാദേശിക തലത്തിലാണ്, അതാണ് വേണ്ടാത്തത്. ബാക്കി ബിയും സിയും ഡിയും എന്താണ്? നബാർഡ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ആൻസറുടെ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ. താഴെ പറഞ്ഞവ പരിഗണിക്കുക. റീജിയണൽ റൂറൽ ബാങ്കുകൾ, അതിനകത്ത് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കാം. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒരു പൊതുമേഖലാ ബാങ്ക് സ്ഥാപിച്ചതാണ്. പിന്നെ സഹകരണ ബാങ്കുകൾക്ക് ലാഭമില്ല, നഷ്ടവുമില്ല എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് വാണിജ്യ ബാങ്കുകൾ ലാഭം ലക്ഷ്യമാക്കി സൃഷ്ടിച്ചതാണ്. പേയ്മെൻറ്റ് ബാങ്കുകൾ ഡെബിറ്റ് കാർഡുകൾ നൽകാമെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ നൽകാനാവില്ല. നെക്സ്റ്റ് വൺ. ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് ആരാണ്? അമർത്യ സെൻ, ഗുന്നാർ മിഡൽ, റോസൻസ്റ്റീൻ റോഡൽ, PC മഹൽനോബിസ്. ബിഗ് പുഷ് തിയറി ആരാണ്? ദി ആൻസർ ഈസ് റോസൻസ്റ്റീൻ റോഡൽ. ബിഗ് പുഷ് തിയറി റോസൻസ്റ്റീൻ റോഡൽ. നെക്സ്റ്റ് വൺ. 42. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? അരി, ഗോതമ്പ്, മണ്ണെണ്ണ, ബജ്റ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബജ്റ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നമുക്ക് നോക്കാം. മൈക്രോ ഫിനാൻസ് സമ്പാദ്യം, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ബിസിനസ് സേവനങ്ങൾ, ആവശ്യമുള്ള കടം വാങ്ങുന്നയാൾക്ക് നൽകുന്ന സാങ്കേതിക പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഒരു ചെറിയ സാമ്പത്തിക മേഖല ഇടനിലയാണെന്ത്? മൈക്രോ ഫിനാൻസ്. വരാൻ പോകുന്ന വായ്പക്കാരൻ്റെ
ആഗിരണശേഷിയെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ഡോസുകളിൽ ഉൽപ്പാദനവും ഉപഭോഗ ക്രെഡിറ്റും ചാനൽ ചെയ്യുക എന്നതാണ് മൈക്രോ ഫിനാൻസ് സംരംഭത്തിൻ്റെ സംവിധാനം. ഇത് ചാരിറ്റി ബേസിൽ നിന്ന് ത്രിഫ്റ്റ് ബേസിലേക്കും ഒടുവിൽ ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് വർത്തനൻസ് മോഡലിലേക്കും പരിണമിച്ചു. ബംഗ്ലാദേശിൽ നിന്നാണ് ഇന്ത്യ മൈക്രോ ഫിനാൻസ് എന്ന ആശയം സ്വീകരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. PRIയുടെ ത്രിതല ഘടന ആദ്യമായി അവതരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ്, DG സഷമിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. നെക്സ്റ്റ് വൺ. ഗ്രാമസഭയെക്കുറിച്ച് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയില്ലാത്തത്? ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായതാണ്. നെക്സ്റ്റ് വൺ. ജനാധിപത്യപരവും അക്രമരഹിതവുമായ ഇന്ത്യയെ വിജയകരമായി വികസിപ്പിക്കുന്നതിൽ ആദ്യം പഴയ പഞ്ചായത്ത് സംവിധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അവിടെ അധികാരപ്രയോഗം അടിത്തറയിൽ നിന്ന് ആരംഭിക്കണം. ഇവിടെ ഓരോ ഗ്രാമവും റിപ്പബ്ലിക് ആകുമെന്നതിന് ഒരു ഏകീകൃത ഫെഡറൽ ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണ അധികാരങ്ങളുണ്ടാകും. ഇത് വിഭാവനം ചെയ്യുന്നത് എന്താണ്? ആരാണിത് പറഞ്ഞേക്കുന്നതാണ് ചോദിച്ചേക്കുന്ന സംഭവം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ശരിയായ കോളം വികസിപ്പിക്കുക എന്നുള്ളതാണ്. ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. നോക്കാം. ഗ്രാമസ്വരാജ് എന്ന് പറയുമ്പോഴത് ഗ്രാമസ്വരാജ് ഗ്രാമ സ്വയംഭരണം. 71-ാം ഭേദഗതി പഞ്ചായത്തുകളെക്കുറിച്ചുള്ളതാണ്. വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രാദേശിക സർക്കാരിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണ്. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ ഉപസംസ്ഥാന തലത്തിലുള്ള സർക്കാരിൻ്റെ 3ാം നിരയാണ്. ഗ്രാമസ്വരാജ്, 73-ാം ഭേദഗതി, വികേന്ദ്രീകരണം, പഞ്ചായത്തി രാജ്. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 49. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രോത്സാഹിപ്പിച്ചത് എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. നെക്സ്റ്റ് വൺ. ആർട്ടിക്കിൾ 243 പ്രാഥമിക ലക്ഷ്യം ഇതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന പ്രവർത്തനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി മെച്ചപ്പെടുത്തുക. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൃത്യമായി പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. നോക്കാം. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ.